ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് മുഗളായി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്നും പറയുന്നത് പോലെ പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ബീഫ് മുഗളായി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 വലിയ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് കശുവണ്ടിയാണ്. ഇപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് തേങ്ങ ചിരകിയതും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 1 ചെറിയ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞ തൈര് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കശുവണ്ടി തേങ്ങയുടെയൊക്കെ അരപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 സ്പൂൺ കറി മസാലപ്പൊടി, 1/2 സ്പൂൺ ഇടിച്ച മുളക്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തൈരിൻ്റെയും തേങ്ങയുടെയും എല്ലാം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂട് എണ്ണയിലിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബീഫ് ഓരോ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള തൈരിൻ്റെ മിക്സ് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ എണ്ണയിലേക്ക് നമുക്ക് 1 സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ളുപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെയും തൈരിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സ് ഒന്ന് കുറുകി വരുന്നത് വരെ 1 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് മുഗളായിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് മുഗളായി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് മുഗളായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്